നോക്കി, ഫയർമാൻ, അതുപോലെ CPO, WCPO പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കി, എയ്തർ ഡാഷ് ഹാവ് കം. ഓപ്ഷനില് ഹി നോർ ഹിസ് പാരൻസ്. രണ്ടാമത്തെ ഓപ്ഷൻ ഹിസ് പാരൻസ് ഓർ ഹി. മൂന്നാമത്തെ ഓപ്ഷൻ ഹി ഓർ ഹിസ് പാരൻസ്. നാലാമത്തത് ഹിസ് പാരൻസ് ഓർ ഹി. കണ്ടല്ലോ. നോക്കി, നമുക്ക് തന്നിരിക്കുന്നതിൽ ഉത്തരമായിട്ട് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കണം കേട്ടോ. എഴുതിയിട്ട് എന്ത് ചെയ്യും, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വാല്യൂ ചെയ്യുക, വേണമെന്നുള്ള പോയിന്റുകളൊക്കെ എഴുതിയെടുക്കുക. അതുപോലെ ലാസ്റ്റ് എന്ത് ചെയ്യും, മാർക്ക് കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നോക്കി, തന്നിരിക്കുന്ന ചോദ്യത്തില് നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്തർ സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? സി ഓപ്ഷൻ. കാരണം എന്താണ് മക്കളെ? എയ്തർ, ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എയ്തറിനോടൊപ്പം ചേരുന്ന വാക്ക് ഏതെന്ന് ചോദിച്ചാൽ എയ്തർ ഓർ ആണ്. നെയ്തറിനോടൊപ്പം ചേരുന്ന വാക്ക് ഏതാ? നൈദറിനോടൊപ്പം ചേരുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈദർ നോറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോറാണ് വന്നിരിക്കുന്നത്, വരില്ല. ഇവിടെ നോറാണ് വന്നിരിക്കുന്നത്, വരില്ല. ഓർ വരുന്ന രണ്ട് വാക്കുകളേ ഉള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇനി നോക്കിയേ, ഇനി നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. എയ്തർ ഓർ വരുന്ന സെന്റൻസുകൾക്ക്, എയ്തർ ഓർ വരുന്ന സെന്റൻസുകളിൽ എന്ത് ചെയ്യും, സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചാണ് എന്ത് ചെയ്യും, പ്രിഫർ സെക്കൻഡ് സബ്ജക്റ്റ്. സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ഓക്സിലറി വെർബ് അല്ല എങ്കിൽ മെയിൻ വെർബ് എഴുതുന്നത്. ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് എഴുതുന്നത് സെക്കൻഡ് സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ചാണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റ് നോക്കണം. ഇവിടെ എയ്തർ ഹി ഫസ്റ്റ് സബ്ജക്റ്റ്, ഓർ കഴിഞ്ഞിട്ട് വരുന്നതാണ് സെക്കൻഡ് സബ്ജക്റ്റ്. ഹിസ് പാരൻസ് പ്ലൂറലാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന സെക്കൻഡ് സബ്ജക്റ്റ് ഏതാ? ഹി ആണ്, സിംഗുലാർ ആണ്. ഇവിടെ നമുക്ക് നോക്ക്, ചോദ്യത്തിൽ ഹാവ് ആണ് കിടക്കുന്നത്, ഹാവ് പ്ലൂറലാണ്. അപ്പൊ എന്ത് വരണം? പ്ലൂറൽ സബ്ജക്റ്റ് വരണം. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? സി ഓപ്ഷൻ വരും. എന്തുകൊണ്ട് വന്നില്ല? ഹി സിംഗുലാർ ആണ്, ഇവിടെ ഹാവ് പ്ലൂറൽ ആയതുകൊണ്ട് വരില്ല. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന വാക്കുകളൊന്ന് പറഞ്ഞാൽ നോട്ടില്ലേ, എയ്തർ ഓർ ഉണ്ട്, നെയ്തർ നോർ ഉണ്ട്. അടുത്ത വാക്കാണ് നോട്ട് ഓൺലി ബട്ട് ആൾസോ. നോട്ട് ഓൺലി ബട്ട് ആൾസോ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുന്നുണ്ട്. അതുപോലെ ഓർ, അടുത്ത വാക്കാണ് ഓർ. അപ്പൊ 4 വാക്കുകൾ പറഞ്ഞേ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഓർ. ഈ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെക്കൻഡ് സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. എന്നാൽ ഫസ്റ്റ് സബ്ജക്റ്റിന്റെ പ്രിഫറൻസ് കൊടുക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഇതേപോലെ ഫസ്റ്റ് സബ്ജക്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന വാക്കുകളുണ്ട്, അതുകൊണ്ടൊന്ന് പഠിച്ചിട്ട് പോവാം. നമുക്ക് ഫസ്റ്റത്തെ വാക്ക് എന്ന് പറയുന്നത് വിത്ത്. ഫസ്റ്റത്തെ വാക്ക് വിത്ത്, ഫസ്റ്റത്തെ വാക്കാണ് വിത്ത്. രണ്ടാമത്തെ വാക്ക് എലോങ് വിത്ത്, വിത്ത് എലോങ് വിത്ത്. അടുത്ത വാക്കാണ് ടുഗദർ വിത്ത്, വിത്ത് എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ടുഗദർ വിത്ത്, വിത്ത് എലോങ് വിത്ത്, ടുഗദർ വിത്ത്. റാദർ ദാൻ, റാദർ ദാൻ, റാദർ ദാൻ. അതുപോലെ അടുത്ത വാക്കാണ് മോർ ദാൻ, റാദർ ദാൻ, മോർ ദാൻ, റാദർ ദാൻ, മോർ ദാൻ. അടുത്ത വാക്ക് ഇൻ ദ കമ്പനി ഓഫ്, ഇൻ ദ കമ്പനി ഓഫ്, ഇൻ ദ കമ്പനി ഓഫ്. അടുത്തത് അക്കമ്പനീഡ് ബൈ, അക്കമ്പനീഡ് ബൈ, അക്കമ്പനീഡ് ബൈ. അടുത്ത വാക്ക് ഫോളോഡ് ബൈ, ഫോളോഡ് ബൈ. അടുത്ത വാക്ക് ഇൻ അഡീഷൻ ടു, ഇൻ അഡീഷൻ ടു. അടുത്ത വാക്ക് ബിസൈഡ്സ്, അടുത്ത വാക്ക് ഏതാ? ബിസൈഡ്സ്. അടുത്ത വാക്ക് ബിസൈഡ്സ്, as well as, as well as, as well as, as much as, as much as, as much as. അടുത്ത വാക്ക് ലൈക്ക്, അൺലൈക്ക്. അടുത്ത വാക്ക് ഇൻക്ലൂഡിങ്. അടുത്ത വാക്ക് എക്സ്ക്ലൂഡിങ്. അടുത്ത വാക്ക് ആൻഡ് നോട്ട്. അപ്പൊ വാക്കുകളെന്ന് പറഞ്ഞേ, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, റാദർ ദാൻ, മോർ ദാൻ, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, ആസ് വെൽ ആസ്, as much as, ലൈക്ക്, അൺലൈക്ക്, ഇൻക്ലൂഡിങ്, നോട്ട് ഇൻക്ലൂഡിങ്,
എക്സ്ക്ലൂഡിങ്, നോട്ട് എക്സ്ക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ് നോട്ട് എക്സ്ക്ലൂഡിങ് ഉണ്ട് കേട്ടോ. നോട്ട് എക്സ്ക്ലൂഡിങ്, നോട്ട് എക്സ്ക്ലൂഡിങ് ആൻഡ് നോട്ട്. ഈ വാക്കുകൾ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. വേണമെങ്കിൽ ഒരു ചോദ്യം നോക്കിയാണ്. രാഹുൽ, രാഹുൽ വിത്ത്, രാഹുൽ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, രാഹുൽ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് റൈറ്റിംഗ്, ഡാഷ് റൈറ്റിംഗ് ആൻ എക്സാം, ഡാഷ് റൈറ്റിംഗ് ആൻ എക്സാം. കണ്ടല്ലോ, രാഹുൽ ഫസ്റ്റ് സബ്ജക്റ്റ് വിത്ത് വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ്? പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ രാഹുലിനനുസരിച്ച് ഉത്തരം എഴുതുന്നു. നമുക്ക് ഓപ്ഷനിൽ ഈസും ഉണ്ട്, ആറും ഉണ്ട്. ഏതുത്തരം വരുന്നു കുട്ടികളെ പറഞ്ഞു നോക്ക്. ഇപ്പോൾ രാഹുലിനനുസരിച്ച് എഴുതുമ്പോൾ രാഹുൽ സിംഗുലാർ ആണ്, അതുകൊണ്ട് നമുക്ക് ഈസ് അവിടെ ഉത്തരമായിട്ട് എഴുതാം. അടുത്ത് നോക്കി. വൺ ഓഫ് മൈ കൊളീഗ്സ്, വൺ ഓഫ് മൈ കൊളീഗ്സ് ഡാഷ് അറ്റൻഡഡ് ദ സെമിനാർ. രണ്ടാമത്തെ ചോദ്യമാണ്. വൺ ഓഫ് മൈ കൊളീഗ്സ് ഡാഷ് അറ്റൻഡഡ് ദ സെമിനാർ. അവിടെ ഈസ് ഉണ്ട്, അതുപോലെ ആറുണ്ട്, അതുപോലെ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഉത്തരമായിട്ട് വരുന്നത് ഏതാ? നമുക്ക് വൺ ഓഫ് വരുന്ന സെൻറ്റൻസുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഹാസ് അവിടെ ഉത്തരമായിട്ട് വരും. ഇനി കാരണം പറ. വൺ ഓഫ് വാക്കുകൾ പറഞ്ഞേ. വൺ ഓഫ്, അടുത്ത വാക്ക് എയ്തർ ഓഫ്, വൺ ഓഫ് എയ്തർ ഓഫ്, അടുത്ത വാക്ക് ഏതാ? നൈദർ ഓഫ്, നൈദർ ഓഫ്. വൺ ഓഫ്, എയ്തർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്, ഈച്ച് ഓഫ്, അടുത്ത വാക്ക് എവരി വൺ ഓഫ്, എവരി വൺ ഓഫ്. വാക്കുകൾ ഏതൊക്കെ? വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഈ വാക്കുകൾ വരുന്ന സെന്റൻസിൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് എന്തായിരിക്കണം? പ്ലൂറൽ സബ്ജക്റ്റും. എന്നാൽ വെർബ് എന്തായിരിക്കണം? സിംഗുലാർ വെർബുമായിരിക്കും. തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും വെർബ് സിംഗുലാറുമായിരിക്കും. നോക്കടോ, വൺ ഓഫ് വരുന്ന സെന്റൻസ്, അത് കഴിഞ്ഞിട്ട് കൊളീഗ്സ് എന്ന് പറയുന്ന പ്ലൂറൽ, അപ്പോൾ ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ. ഈസും സിംഗുലാർ ആണ്, അതുപോലെ ഹാസും സിംഗുലാർ ആണ്. ആറും അതുപോലെ ഹാവും വരില്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടിൽ ഏതാണെന്ന് അങ്ങനെ നോക്കാം. അറ്റൻഡഡ് എന്ന വെർബാണ് കിടക്കുന്നത്, V3 ആണ്. V3 ആയതുകൊണ്ട് ഏത് ഉത്തരം എഴുതുന്നു? ഹാവ് അവിടെ ഉത്തരമായിട്ട് വരും. ഈ വൺ ഓഫ് വരുന്ന സെന്റൻസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഓർമ്മയിലിരിക്കണം. വൺ ഓഫ് വരുന്ന സെന്റൻസുകളിൽ സബ്ജക്റ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. എന്നാൽ അത്തരം സെന്റൻസിൽ റിലേറ്റീവ് പ്രോനൗൺ വന്നിട്ടുണ്ടെങ്കിൽ, റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ, അതുപോലെ ഹൂസ്, അതുപോലെ ഹൂം, ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്, ഇങ്ങനെയുള്ള വാക്കുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് വരുന്ന സെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. എന്നാൽ അതേ സെൻസിൽ റിലേറ്റീവ് പ്രോനൗൺ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ദി പ്ലൂറൽ വെർബ് ആയിരിക്കും. ഉത്തരം എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ചോദ്യം നോക്കി. വൺ ഓഫ്, വൺ ഓഫ് മൈ ഫ്രണ്ട്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, FRIEND, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹൂ ഡാഷ് എ സോങ്, ഹൂ ഡാഷ് എ സോങ്. സിംഗും ഉണ്ട്, സിങ്സും ഉണ്ട്. ഏതുത്തരം വരുന്ന കുട്ടികളെ? നമുക്ക് വൺ ഓഫ് വരുന്ന സെന്റൻസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന പ്ലൂറൽ, ഹൂ റിലേറ്റീവ് പ്രോനൗൺ, അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? സിംഗ്. V1 ഫോമിൽ വെർബെല്ലാം പ്ലൂറലാണ്, എസിൽ അവസാനിക്കുന്ന വെർബ് സിംഗുലാർ. നമുക്ക് എത്ര എന്തുത്തരം വരുന്നു? സിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. എവരി അഡൾട്ട് ഹാസ് റൈറ്റ് ടു മാരി, എവരി അഡൾട്ട് ഹാസ് റൈറ്റ് ടു മാരി. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ടാഗ് ഉപയോഗിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാണ് മക്കളെ, ഇവിടെ എവരി അഡൾട്ട് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദേ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ദേ ഉപയോഗിക്കാം. ഹാസ് അവിടെ ഓക്സിലറി ആണ്, ഓക്സിലറി. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം എഴുതുന്ന ഉത്തരം ഏതാ? ഹാസിൻ്റെ ഉണ്ടാന്ന് നോക്കും, ഹാസിൻ്റെ ദേ. എന്നാൽ ഹാസിൻ്റെ ദേ ഓപ്ഷനിലുണ്ട്, ഇതാ കിടക്കണ്. എന്നാൽ അതാണ് എഴുതണമെങ്കിൽ അത് മൊട്ട തെറ്റാണ്. ഇനി നോക്കിയാണ് മക്കളെ, നമ്മൾ എവരി അഡൾട്ടിന് വരെ ദേ എടുത്തു. ഹാസ് സിംഗുലാർ ആണ്, അപ്പോൾ സിംഗുലാർ ആയിട്ടുള്ള ഹാസ് ദയോടൊപ്പം നിൽക്കില്ല. അപ്പോൾ ഹാസിൻ്റെ പ്ലൂറലാക്കി മാറ്റും. പ്ലൂറലാകുമ്പോഴത്തേക്കും ഹാവ് ആയിട്ട് മാറും, ഹാവിൻ്റെ ആയിട്ട് മാറും. ഇപ്പം ഹാവ് പോസിറ്റീവ് ആയതുകൊണ്ട് ഹാവിൻ്റെ ദേ, ഹാവിൻ്റെ ദേ. ഇപ്പം ഹാവിൻ്റെ ദേ ഏത് ഓപ്ഷൻ? ബി ഓപ്ഷൻ. അപ്പം സബ്ജക്റ്റ് പ്ലൂറലാവുന്ന സെൻറ്റൻസുകളിൽ, സബ്ജക്റ്റ് പ്ലൂറലായി വരുന്ന സെൻറ്റൻസുകളിൽ സിംഗുലാർ ഓക്സിലറി വെർബാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ പ്ലൂറൽ ഓക്സിലറി വെർബ് ആക്കിയിട്ട് വേണം ടാഗ് എഴുതാൻ. സബ്ജക്റ്റ് സിംഗുലാർ അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറലായിട്ട് വരുന്ന സെൻറ്റൻസുകളിൽ സിംഗുലാർ ഓക്സിലറി ആണ് കിടക്കുന്നതെങ്കിൽ
അതിൻ്റെ പ്ലൂറലാക്കി മാറ്റി വേണം ടാഗ് ചെയ്യാൻ. എപ്പോഴും ഓർമ്മയിലിരിക്കണം. അടുത്ത ചോദ്യം നോക്കി, ഡാഷ് നോവൽ ദാറ്റ് യു ഗേവ് മീ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കണ്ടല്ലോ തന്നിരിക്കുന്ന ചോദ്യം. അപ്പം എന്താ, ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സാധാരണ നോവലിന് മുന്നിൽ നമ്മൾ എ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്, കാരണം നായിലാണ് തുടങ്ങുന്നത്, എ ചേർത്ത് വന്നത്. എന്നാൽ ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ എന്ത് ചേർത്ത് പറഞ്ഞ കൂട്ടല്ലേ, പറഞ്ഞാൽ നമ്മൾ എന്ത് ചേർത്ത് പറയണം, ദാ ചേർത്ത് പറയണം. നോക്ക്, ദ നോവൽ ദാറ്റ് യു ഗേവ് മീ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു, ദാ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വെന്റ് ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. കണ്ടല്ലോ തന്നിരിക്കുന്ന ചോദ്യത്തില് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മറുഭാഗത്തായിട്ട് ഏത് വരുന്നു, ഇവിടെ വുഡ് സെൻഡ്, വുഡ് പ്ലസ് V1 വരുന്നു. ആദ്യ ഭാഗത്ത് ഇഫ് വരുന്ന ഭാഗത്ത് എന്ത് ചേർക്കണം, ഒന്നെങ്കിൽ വെർബ് V2 അല്ല എങ്കിൽ, ഇപ്പൊ ആ റൂൾ ഇതാണ്, ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V2 വരാം, അല്ല എങ്കിൽ ഡിഡ് വരാം, അല്ല എങ്കിൽ വാസ്, അല്ല എങ്കിൽ വെയർ. പ്ലസ് ഏത് പറഞ്ഞിട്ടില്ലേ, പ്ലസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത് തരാം, വുഡ്, അതുപോലെ ഷുഡ്, അതുപോലെ കുഡ്, അതുപോലെ മൈറ്റ്, പ്ലസ് V1 പറഞ്ഞു. നോക്കടോ, ഇവിടെ അങ്ങനെ വരുന്ന ഏതെങ്കിലും ഉണ്ടോ, V2 ഉണ്ടാന്ന് നോക്കിയേ, V2 ഇല്ല. ഡിഡ് ഉണ്ടാന്ന് നോക്കിയേ, ഡിഡ് ഇല്ല. അതേപോലെ വാസ് ഉണ്ടാന്ന് നോക്കിയേ, വാസ് കിടക്കുന്നു. വേറുണ്ടാ, ഇല്ല. നമുക്ക് ഉത്തരം വാസ് വരുന്നു. അപ്പൊ ഇഫ് പ്ലസ് വാസ് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഇവിടെ. അടുത്ത ചോദ്യം നോക്കി, കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ചേഞ്ച് ഇൻറ്റു പോസിറ്റീവ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഒരു സെനൻസിനെ പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സോ അല്ലെങ്കിൽ അസ്, പ്ലസ് പോസിറ്റീവ് ഡിഗ്രി പ്ലസ് ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് പാർട്ട്, എന്താണ് സെക്കൻഡ് പാർട്ട് എന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിന് പറയുന്ന പേര് ഫസ്റ്റ് പാർട്ട്, തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് വരുന്ന മുഴുവൻ ഭാഗം, അതായത് രണ്ടാമതൊരു സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ബാക്കി നിൽക്കുന്ന മുഴുവൻ ഭാഗത്തിന് പറയുന്ന പേരാണ് സെക്കൻഡ് പാർട്ട്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ കേരള എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്, സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട്. ഈസ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്, ഓക്സിലറി ആണ്. ഓക്കെ, ഈസ് ഓക്സിലറി. അതേപോലെ മോസ്റ്റ് ലിറ്ററേറ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ഡിഗ്രി പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ അഡ്ജക്റ്റീവിനെ പറയാം, കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ പറയാം, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പറയാം. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ല, ടാള്, ബിഗ്, സ്മോള്, ഇതെല്ലാം പോസിറ്റീവ് ഡിഗ്രി. ഇതിന്റെ കമ്പാരിറ്റീവ് ഫോം പറഞ്ഞാൽ ER അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ മോറി തുടങ്ങുകയോ ചെയ്യണം. ഇപ്പൊ ടാളാണെങ്കിൽ എന്തായിട്ട് മാറുന്നില്ലേ, ടാളർ. ബിഗ് ആണെങ്കിൽ ബിഗ്ഗർ, സ്മോൾ ആണെങ്കിൽ സ്മോളർ, ബ്യൂട്ടിഫുൾ ആണെങ്കിൽ മോർ ബ്യൂട്ടിഫുൾ. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ EST അവസാനിക്കുന്നതോ മോസ്റ്റ് തുടങ്ങുന്നതോ. ഇപ്പൊ ടാളാണെങ്കിൽ എന്തായിട്ട് മാറുന്നില്ലേ, ടാളസ്റ്റ്. ബിഗ് ആണെങ്കിൽ ബിഗ്ഗസ്റ്റ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ആണെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. നോക്കടോ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന പോസിറ്റീവിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ആദ്യം നോദർ ചേർത്തു, നമ്മൾ നോയദർ ചേർത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് പാർട്ട് ഏതാ, സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, നോദർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതിൻ്റെ ഓക്സിലറി വെർബ് എടുത്തേക്ക് ഈസ്, സോ അല്ലെങ്കിൽ അസ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ഏത് ചേർത്താലും കുഴപ്പമില്ല, സോ ചേർത്താലും അസ് ചേർത്താലും. ഞാനിപ്പോൾ സോ ചേർത്തു. ഇതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ഏതാ, മോസ്റ്റ് ലിറ്ററേറ്റിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ലിറ്ററേറ്റ്, അത് എൻ്റെ വീണ്ടും അസ് ചേർക്കും, അസ് ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാർട്ട് കേരള. അപ്പം നമുക്ക് നോദർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് സോ ലിറ്ററേറ്റ് അസ് ഏതാണ്ടേ നമ്മുടെ കേരള. നമുക്ക് അങ്ങനെ വരുന്ന ഏതാണ്, നോദർ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, സി ഓപ്ഷൻ തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. അപ്പോൾ നോദർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് അസ് അല്ലെങ്കിൽ സോ, രണ്ടിൽ ഏതുമാണ് ചേർക്കുക. ഞാൻ ഇവിടെ അസ് ചേർത്തിരിക്കുന്നു, ലിറ്ററേറ്റ് അസ് കേരള. കണ്ട, അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞ് നോദർ പ്ലസ് സെക്കൻഡ് പാർട്ട് ഓക്സിലറി വെർബ് സോ അല്ലെങ്കിൽ അസ്, പോസിറ്റീവ് ഡിഗ്രി ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. എന്താണ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും,
തന്നിരിക്കുന്ന സെന്റൻസിൽ സബ്ജക്റ്റ് ഫസ്റ്റ് പാർട്ട്, ഒബ്ജക്റ്റ് വരുന്ന മുഴുവൻ ഭാഗം, രണ്ടാമതൊരു സബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ബാക്കി നിൽക്കുന്ന മുഴുവൻ ഭാഗത്തെ നമുക്ക് എന്തെന്ന് പറയാം, സെക്കൻഡ് പാർട്ട് എന്ന് പറയാം. അടുത്ത ചോദ്യം നോക്കിയേ. മൈ റൂം കാൺ ബി ഡേർട്ട്. മൈ റൂം കാൺ ബി ഡേർട്ട്, ഐ ഡാഷ് ഇറ്റ്. കണ്ടല്ലോ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ജസ്റ്റ് ക്ലീൻ ഉണ്ട്, ഈസ് ജസ്റ്റ് ക്ലീൻഡ് ഉണ്ട്, ഹാസ് ജസ്റ്റ് ക്ലീൻഡ് ഉണ്ട്, ഹാവ് ജസ്റ്റ് ക്ലീൻഡ് ഉണ്ട്. ഇതിൽ ഏത് ഉത്തരം വരുന്നു കൂട്ടല്ലേ? തന്നിരിക്കുന്നതിൽ നോക്കിയേ, അവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ജസ്റ്റ് വരുന്നതാണ് ഉത്തരങ്ങൾ. നമുക്കിപ്പോൾ ചോദ്യത്തിൽ നിന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വലിയ പാട് നോക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് വരുന്ന ഒരു റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വരുന്ന വാക്ക് ഏത് ടെൻസിലെയാണ്? നമുക്ക് രാജ് പഠിച്ചതാണ്. രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 കോഡ് പഠിച്ചതാണ്. രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ആറിൽ വരുന്ന വാക്കാണ് റീസെന്റ്ലി. ആറിൽ വരുന്ന വാക്ക് റീസെന്റ്ലി. എയിൽ വരുന്ന വാക്ക് ഓൾറെഡി. എയിൽ വരുന്ന വാക്ക് ഓൾറെഡി. ജെയിൽ വരുന്ന വാക്ക് ജസ്റ്റ്, ജസ്റ്റ് നൗ, ജസ്റ്റ്, അതുപോലെ ജസ്റ്റ് നൗ, ജസ്റ്റ്, ജസ്റ്റ് നൗ. വൈയിൽ വരുന്ന വാക്ക് യെറ്റ്. വൈയിൽ വരുന്ന വാക്ക് യെറ്റ്. എല്ലിൽ വരുന്ന വാക്ക് ലേറ്റ്ലി. എല്ലിൽ വരുന്ന വാക്ക് ലേറ്റ്ലി. അപ്പോൾ വാക്കുകൾ എങ്ങനെ കിട്ടും നോക്കല്ലേ? റീസെന്റ്ലി, ഓൾറെഡി, ജസ്റ്റ്, ജസ്റ്റ് നൗ, യെറ്റ്, ലേറ്റ്ലി. ഈ വാക്കുകളൊന്നും ഉത്തരം ഏതാണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഇപ്പൊ ജസ്റ്റ് വരുന്നതിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 വരുന്ന രണ്ട് ഓപ്ഷൻ, സിയും ഉണ്ട്, ഡി ഉണ്ട്. ഇനി ഇത് രണ്ടിൽ ഏതാണെന്ന് നമുക്ക് എങ്ങനെ നോക്കാം? സബ്ജക്റ്റ് നോക്കി, സബ്ജക്റ്റ് ഐ ആണ്. ഐ പ്ലൂറൽ ആയതുകൊണ്ട് ഏത് വരുന്നു? ഹാവ്. അപ്പോൾ നമുക്ക് ഏത് ഉത്തരം വരുന്നു? ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഹാവ് ജസ്റ്റ് ക്ലീൻഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. നോട്ടാ ബെനെ മീൻസ് ഡാഷ്. ഒരു ഫോറിൻ യൂസേജ് ആണ് നോട്ടാ ബെനെ. ഇപ്പൊ NBയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NBയുടെ ഫുൾ ഫോം എന്നാണ് നോട്ടാ ബെനെ. ഇപ്പൊ നോട്ടാ ബെനെ മീൻസ് നോട്ടഡ് കെയർഫുള്ളി എന്നാണ്. അപ്പൊ നമുക്ക് ഏത് വരുന്നൂടെ? ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അതേപോലെ ATMന്റെ ഫുൾ ഫോം എന്താണ്? ATMന്റെ ഫോം ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ATM ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ഓക്കെ. അതേപോലെ സിമ്മിന്റെ ഫുൾ ഫോം എന്താണ് കൂട്ടല്ലേ? സിമ്മിന്റെ ഫുൾ ഫോം ആണ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നാണ് കേട്ടോ. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. ഓക്കെ. അതേപോലെ പാനിന്റെ ഫുൾ ഫോം എന്താണ് കൂട്ടല്ലേ? പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് കേട്ടോ. അതേപോലെ CEO ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പറഞ്ഞ കൂട്ടല്ലേ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. UPIയുടെ ഫോം എന്താണ് കൂട്ടല്ലേ? UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. പറഞ്ഞേ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഇതേപോലെ അബ്രിവേഷൻസ് പഠിക്കണം. അടുത്ത ചോദ്യം നോക്കിയേ. സ്റ്റോം ഇൻ ദി ടീ കപ്പ്. അതൊരു ഇഡിയോമാണ്. ദാറ്റ് മീൻസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ. എ ഫുസ് ഓവർ ട്രൈബൽ മാറ്റേഴ്സ്. എ ബിഗ് ഫുസ് ഓവർ ദ ട്രൈബൽ മാറ്റേഴ്സ്. ക്ലവർ ഐഡിയാസ്. സഡൻ ഇൻസ്പിറേഷൻസ്. ഏതാണ് വരുന്നത് നോക്കുക? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ചെറിയ കാര്യങ്ങൾക്ക് കാണിക്കുന്ന വലിയ കോലാഹലങ്ങൾ. ഒന്നാമത് നോ ഫുസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫുസ് എന്ന് പറഞ്ഞാൽ ബഹളം, കോലാഹലം എന്ന അർത്ഥത്തിൽ പറയുന്നത്. ട്രൈബൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവിൽ അല്ലെങ്കിൽ ട്രിവിൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ ട്രൈബൽ മാറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? എ ഗ്രേറ്റ് ഔട്ട്ക്രൈ എബൌട്ട് എ സില്ലി മാറ്റർ. അത് തന്നെയാണ് മീനിങ്. നമ്മളത് ക്ലാസ്സിൽ ഇങ്ങനെയാണ് പഠിച്ചത്. എ ഗ്രേറ്റ് ഔട്ട്ക്രൈ എബൌട്ട് എ സില്ലി മാറ്റർ. വലിയ കോലാഹലം എന്തിന്? ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് ഏത് ഉത്തരം വരുന്നത്? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. ഐ വാണ്ട് ടു അവോയ്ഡ് ഡാഷ് ഹിം. ടു മീറ്റ് ഉണ്ട്, ഫ്രം മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്, മീറ്റ്സ് ഉണ്ട്. ഉത്തരമായിട്ട് വരുന്നത് ഏതാ? മീറ്റിംഗ് ആണ്. കാരണം ലൈക്ക് എന്ന വാക്ക്, അതുപോലെ ഡിസ്ലൈക്ക് എന്ന വാക്ക്, ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട് എന്ന വാക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഫിനിഷ്, ലവ്, ഹേറ്റ്, കീപ്പ്, അവോയ്ഡ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം ING. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ING. അതൊക്കെയാണ് ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഫിനിഷ്, ലവ്, ഹേറ്റ്, കീപ്പ്, അവോയ്ഡ് കഴിഞ്ഞാൽ ഉത്തരം ING. അതുപോലെ എൻജോയ് എന്ന വാക്ക് കഴിഞ്ഞാൽ ING ഉത്തരം. എക്സ്കേപ്പ് എന്ന വാക്ക് കഴിഞ്ഞാൽ ING ഉത്തരം.
എക്സ്ക്യൂസ് എന്ന വാക്ക് കഴിഞ്ഞാൽ ING ഉത്തരം. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് കഴിഞ്ഞാൽ ഉത്തരം ഏത് വരുന്നു? ING വരുന്നു. അടുത്തതാണ് വുഡ് യു മൈൻഡ്. അതേപോലെ കുഡ് യു മൈൻഡ്, അതുപോലെ ഡു യു മൈൻഡ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ING ഉത്തരം. പ്രധാനപ്പെട്ടതൊക്കെയാണ് അതൊക്കെ. അടുത്ത നോക്കിയേ, മൈ സിസ്റ്റർ ഡാഷ് ഹാസ് ഗോൺ ടു ഓസ്ട്രേലിയ. ഇപ്പോൾ റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ മൈ സിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊനൗണാണ്. അപ്പോൾ നമുക്ക് അതല്ലെങ്കിൽ നൗണാണ്. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ വിച്ച് ഈസ് ഉണ്ട്, വിച്ച് ഈസ് എ ടീച്ചർ, ദാറ്റ് ഈസ് എ ടീച്ചർ ഉണ്ട്, ഹൂം ഈസ് എ ടീച്ചർ ഉണ്ട്, ഹൂ ഈസ് എ ടീച്ചർ ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയേ, നമ്മൾ നോക്കാം പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടുന്നത്. തിങ്സ് ഓർ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസിലാണ്, തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസിലാണ് നമുക്ക് ഏത് ഉപയോഗിക്കാം? വിച്ച് ഉപയോഗിക്കാം, അതുപോലെ ദാറ്റ് ഉപയോഗിക്കാം. അപ്പോൾ നോക്കിയേ, ഇവിടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു എന്തുകൊണ്ട് പേഴ്സൺ ആണ്. അപ്പോൾ തിങ്ങും അല്ല ആനിമലും അല്ല. അപ്പോൾ നമുക്ക് വിച്ചും ദാറ്റും വരുന്ന രണ്ട് ഓപ്ഷൻ കിട്ടിക്കളയാം. ഇത് എന്തായാലും ഉത്തരം വരില്ല. ഇനി അടുത്ത ഹൂ ആണെന്ന് നോക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് നമ്മൾ ഹൂം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്ക് ഒരു പ്രോനൗൺ ആയിരിക്കും. അതായത് I, we, you, he, she, it ആയിരിക്കും. ഹൂ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്ക് ഓക്സിലറി വെർബ് വരാം, അല്ലെങ്കിൽ മെയിൻ വെർബ് വരാം. അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കിയാൽ ഇവിടെ ഹൂം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഈസാണ് കിടക്കുന്നത്, വരില്ല. നമുക്ക് പ്രോനൗൺ ആണ് വരേണ്ടത്. ഇവിടെ ഹൂ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഈസാണ് കിടക്കുന്നത്. കണ്ട, ഹൂ കഴിഞ്ഞ് ഓക്സിലറി വെർബ് വരാം. അതുകൊണ്ട് D ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ, ഹാർഡ്ലി വെൻ ഹി റീച്ച്ഡ് ഹോം ഡാഷ് ഹി ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഹിസ് ലെഗ്. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹാർഡ്ലി വരുന്ന സെൻസ്, ഹാർഡ്ലിയോടൊപ്പം ചേരുന്ന കൺജങ്ഷൻ അല്ലെങ്കിൽ വാക്ക് ഏതാണ്? ദാൻ ഉണ്ട്, ദെൻ ഉണ്ട്, ആൻഡ് ഉണ്ട്, വെൻ ഉണ്ട്. നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? വെൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. D ഓപ്ഷനാണ് ഉത്തരം. ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റെയർലി ഈ വാക്കുകളോടൊപ്പം ചേരുന്ന മറ്റ് വാക്ക് അല്ലെങ്കിൽ അടുത്ത വാക്ക് എന്ന് പറഞ്ഞ വെന്നാണ്. ഈ വാക്കുകളോട് ചേരുന്നത് വെന്നാണ്. ഹാർഡ്ലി വെന്ന്, സ്കേഴ്സ്ലി വെന്ന്, ബെയർലി വെന്ന്, റെയർലി വെന്ന്. നോട്ടൊള്ളിയോടൊപ്പം ചേരുന്നത് എന്താണ് മക്കളെ? പറ. നോട്ടൊള്ളിയോടൊപ്പം ചേരുന്നത് ബട്ട് ആൾസോ ആണ്. സോയോടൊപ്പം ചേരുന്ന ഏതാ? ദാറ്റ് ആണ്. സോ ദാറ്റ്. ഓക്കെ. ടൂനോടൊപ്പം ചേരുന്ന ഏതാ? മറുഭാഗത്ത് ടു. ഓക്കെ. ലെസ്റ്റിനോടൊപ്പം ചേരുന്ന ഏതാ? ലെസ്റ്റ്. ഷുഡ് ആണ് കേട്ടോ. ലെസ്റ്റിനോടൊപ്പം ചേരുന്നത് ഷുഡാണ്. മറക്കരുത്. ഓക്കെ. ഇത്തരത്തിലുള്ള വാക്കുകൾ കോംബോ, കൺജങ്ഷൻ ഒക്കെ ഓർമ്മയിലിരിക്കണം. അടുത്ത ചോദ്യം നോക്കി, ദ ബോയ് ജംപ്ഡ് ഡാഷ് ദ പോണ്ട് ടു ടേക്ക് എ ബോൾ. ടേക്ക് ദ ബോൾ. കണ്ടല്ലോ. അപ്പൊ ഓൺ ഉണ്ട്, ഇൻറ്റു ഉണ്ട്, എക്രോസ് ഉണ്ട്, ഓൺ ടു ഉണ്ട്. നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഏതാ? ഇൻറ്റു ആണ്. B ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനുള്ളിലേക്കുള്ള ചലനം ഉണ്ടാ. ഒന്നിനുള്ളിലേക്കുള്ള ചലനം, ഒന്നിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി. അപ്പോണാണെങ്കിൽ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന് മുകളിലേക്ക് എന്ന അർത്ഥത്തിലാണ് ട്ടാ. എന്നാലേ എന്ത് ചെയ്യുന്നൂടെ? അതേപോലെ ഓവർ എന്ന് പറഞ്ഞാൽ ഓവർ എന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിലൂടെ, ഓവർ ദ ഫെൻസ്, ഓവർ ദ വാൾ എന്ന് പറഞ്ഞാൽ ചുമരിന് മുകളിലൂടെ അല്ലെങ്കിൽ വേലിക്ക് മുകളിലൂടെ. അതുപോലെ ത്രൂ എന്ന് പറഞ്ഞാൽ ത്രൂ, ത്രൂ എന്ന് പറഞ്ഞാൽ ഒന്നിലൂടെ എന്നാണ് കേട്ടോ. ഒന്നിലൂടെ എന്നർത്ഥം, ഒന്നിലൂടെ കടന്നു. ത്രൂ ദ ഗ്ലാസ്, ത്രൂ ദ വിൻഡോ, ഇതൊക്കെ ഓർമ്മയിരിക്കണം. ഓണെന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിലെന്നാണ്, ഒന്നിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നാണ്. എക്രോസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടെന്നാണ്. അടുത്തത് ഓൺ ടു അങ്ങനെ ഒരു പ്രൊപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കാറില്ല. ഓക്കെ, ഓർമ്മയിലിരിക്കണം. അടുത്ത ചോദ്യം നോക്കിയേ, വേർ ഈസ് മൈ അംബ്രല്ല ജോൺ ആസ്ക്ഡ് ഹിസ് മദർ. കണ്ടല്ലോ, റിപ്പോർട്ട് ചെയ്ത് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ, ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ പ്ലസ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പ്ലസ് അത് കഴിഞ്ഞ ഉടനെ പ്ലസ്
സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബിന്റെ പാസ്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബിന്റെ പാസ്റ്റ്. ഇഫ് അല്ലെങ്കിൽ വെദർ. ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അത് എടുത്തെഴുതുക. ഓക്സിലറി വെർബ് തുടങ്ങുന്ന സെൻറ്റൻസുകളാണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കുക. അത് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് എഴുതിയതിന് ശേഷമാണ് ഓക്സിലറി വെർബിന്റെ പാസ്റ്റ്. നോക്കടോ, ഒന്നാമത്തേൽ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ എന്ത് ചെയ്യും? ജോൺ കണ്ടല്ലോ, ഈസ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഈസിന്റെ പാസ്റ്റ് ഏതാണ് നോക്കില്ല, നിങ്ങൾ തന്നെ പറയാം. ചോദ്യത്തിൽ ഈസ് ആണ് കിടക്കുന്നത്. ഈസിന്റെ പാസ്റ്റ് ഏതാണ്? വാസ്. അപ്പോൾ നോക്ക്, വാസ് വരുന്ന ഓപ്ഷൻ ഏത്? ഒന്നാമത്തേൽ വാസമുണ്ട്, രണ്ടാമത്തേലും മൂന്നാമത്തേലും ഇല്ല, നാലാമത്തേൽ വാസമുണ്ട്. കണ്ടാ, ഇവിടെയും വാസമുണ്ട്, ഇവിടെയും വാസമുണ്ട്. ഇത് രണ്ടിൽ ഏതാ വരാം? അപ്പോൾ നമ്മൾ നമുക്ക് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ ഉടനെ എന്ത് പറയണം? സബ്ജക്റ്റ് പറഞ്ഞു. ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറഞ്ഞാൽ ഓക്സിലറി തുടങ്ങുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ചേർത്താൽ മതി. സബ്ജക്റ്റ് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് എന്ത് വന്നിരിക്കുന്നു കുട്ടികളെ? വേറെ കഴിഞ്ഞ് പറഞ്ഞാൽ ഹിസ് അംബ്രല്ല എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് വാസ് ആണ് നടക്കുക. അപ്പോൾ ഏതാണ് ഉത്തരം? എ ഓപ്ഷൻ. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് വന്നിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉത്തരമായിട്ട്. ലാസ്റ്റ് ഓക്സിലറിയുടെ പാസ്റ്റ്, ഈസിന്റെ പാസ്റ്റ് പാസ്. അടുത്ത ചോദ്യം നോക്കിയേ. കണ്ണൻ സെഡ് ഐ റോട്ട് എ ലെറ്റർ. റോട്ട് എന്ന് പറഞ്ഞാൽ V2 ആണ്. V2 വരുന്ന സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 മാറ്റുക. ഹാഡ് പ്ലസ് V3. ഇപ്പോൾ ഹാഡ് പ്ലസ് V3 വരുന്ന ഒന്നാമത്തെ ഓപ്ഷനിൽ ഹാഡ് പ്ലസ് V3. രണ്ട് ഹാസ് ആണ്, വരില്ല. രണ്ടാമത്തെ ഹാഡ് ബീൻ ആണ്, ഹാഡ് ബീൻ പ്ലസ് ING വരില്ല. മൂന്നാമത്തെ റോട്ട് V2 കിടക്കുന്നു. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നത്? എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ V2 വരുന്ന സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3. ഓക്സിലറി വെർബ് പ്രസന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ, ഓക്സിലറി പ്രസന്റ് ആയിട്ട് വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഓക്സിലറി വെർബിന് എന്താക്കി കൊടുത്താൽ മതി? പാസ്റ്റ് ആക്കിയാൽ മതി. റിപ്പോർട്ടായി. ഈസ് ആമിന്റെ പാസ്റ്റ് ആണ് വാസ്. ആറിന്റെ പാസ്റ്റ് വേർ ആണ്. ഹാസ് ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ്. ഹാഡിന്റെ പാസ്റ്റ് എന്ത് തന്നെയാണ്? ഹാഡ് തന്നെയാണ്. വില്ലിന്റെ പാസ്റ്റ് വുഡ് ആണ്. ഷാളിന്റെ പാസ്റ്റ് ഷുഡ് ആണ്. ക്യാനിന്റെ പാസ്റ്റ് കുഡ് ആണ്. മേയുടെ പാസ്റ്റ് മൈറ്റ് ആണ്. മസ്റ്റിന്റെ പാസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആണ്. രണ്ടാമത്തെ റൂൾ നോക്കിയേ, വാസ് അല്ലെങ്കിൽ വെയർ വരുന്ന ഒരു ചോദ്യമാണ് തരുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും വാസ് വരുന്നിടത്തുള്ള അതിനനുസരിച്ച് ഹാഡ് ബീൻ ഇട്ട് കൊടുത്താൽ മതി. റിപ്പോർട്ടായി. വാസ് വെയർ വരുന്ന സെൻറ്റൻസുകളുടെ റിപ്പോർട്ട് ഹാഡ് ബീൻ. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് വരുന്ന ഒരു സെൻറ്റൻസ് സിമ്പിൾ പ്രസന്റ് വന്നിട്ടുണ്ടെങ്കിൽ വെർബിനെ V2 ആക്കിയാൽ മതി. റിപ്പോർട്ടായി. V2 വരുന്ന സെൻറ്റൻസ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആക്കി കൊടുത്താൽ റിപ്പോർട്ടായി. ഇത്രയുള്ള റിപ്പോർട്ട് സ്വിച്ച്. അടുത്ത ചോദ്യം നോക്കിയേ. വി കീപ് ദ ബുക്ക് ഹിയർ. കണ്ടല്ലോ, പാസീവിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ചേഞ്ച് ഇൻ ടു പാസീവ് ആണ് കേട്ടോ ചോദ്യം. നമുക്ക് പാസീവിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ഇങ്ങനെ മാറ്റാം. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം നോക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തിൽ വെർബ് ഓക്സിലറി ഒന്നുമില്ല, വെർബ് V1 ആണ്. വെർബ് V1 വരുന്ന സെൻറ്റൻസുകളുടെ പാസീവ് എങ്ങനെ പഠിച്ചു നമ്മൾ? ഒബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബായിട്ട് ഈസ് ആം ആറ്, ഈസ് ആം ആറ് പ്ലസ് ഏതാണ്? V3. ഈസ് ആം ആറ് പ്ലസ് V3. അപ്പം V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളൊക്കെ വരുന്ന സെൻറ്റൻസുകളുടെ പാസീവ് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3. ഒബ്ജക്റ്റ് വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. ഇവിടെ വെർബ് കീപ്പ്, ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന ദ ബുക്ക്. ദ ബുക്ക് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ദ ബുക്ക് എഴുതി. ദ ബുക്സ്. ദ ബുക്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഈസ് ആം ആറിൽ ഏത് എടുക്കാം? ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് എഴുതുക, ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആറ്, ഒബ്ജക്റ്റ് ആയി വന്നാൽ അപ്പോൾ നമുക്ക് ഏത് എഴുതാം? ആറ് എഴുതാം. ബുക്സ് ആർ. കീപ്പിന്റെ V3 ഏതാ? കെപ്റ്റ്. അങ്ങനെ വരുന്നൊരു ഓപ്ഷൻ നോക്കിയേ. ദ ബുക്സ് ആർ കെപ്റ്റ്. കണ്ടോ, ഇവിടെ ബുക്സ് ആർ ബീയിങ് ആണ്. ബീയിങ് ഒന്നും വേണ്ട. നമുക്ക് ഏതാ ഓപ്ഷൻ? എ ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ദ ആഡ് വെർബ് ഓഫ് ബ്രേവ്. ബ്രേവ്. ബ്രേവിന്റെ ആഡ് വെർബ് ഏതാണ്? ഏതാണ് ഉത്തരം കുട്ടികളെ? നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ബ്രേവിലിയാണ്. അപ്പം അഡ്ജക്റ്റീവുകളെ ആഡ് വെർബിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ LY ചേർത്ത് പറഞ്ഞാൽ മതി. അഡ്ജക്റ്റീവിനെ ആഡ് വെർബിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ, മിക്ക അഡ്ജക്റ്റീവിനെ ആഡ് വെർബിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ LY ചേർത്ത് പറഞ്ഞത്. ഇപ്പം നോക്കിയേ, ബ്രേവിന്റെ ആഡ് വെർബ് ഫോമാണ് ബ്രേവിലി. ബ്യൂട്ടിഫുൾ ആണെങ്കില ബ്യൂട്ടിഫുള്ളി, സ്വീറ്റ് ആണെങ്കില സ്വീറ്റ്ലി, ഹാൻസം ഹാൻസംലി. LY ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ആഡ് വെർബായിട്ട് മാറും. നമുക്ക് അവിടെ ഉത്തരം ബ്രേവിലിയാണ്. അടുത്ത ചോദ്യം, വേർ ഈസ് ദ പ്ലേസ് ദ പ്ലേസ് വേർ ബേർഡ്സ് ആർ കെപ്റ്റ്. പക്ഷികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? സൂ ഉണ്ട്, ഏവിയറി ഉണ്ട്, ഓർച്ചാഡ് ഉണ്ട്, അക്വേറിയം ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് ഉത്തരം വരുന്നൂടെ? ഏവിയറി ആണ്. നെസ്റ്റ് എന്നും പറയാം, അതേപോലെ എന്തെന്ന് പറയാം? ഏവിയറിയും പറയാം. ഏവിയറി എന്തിന്റെ കൂടാണ്? ബേർഡ്സ് ആണ്. കൗവിന്റെ ഒക്കെ ആണെങ്കിൽ കൗ കാറ്റിലിന്റെ ഒക്കെ ആണെങ്കിൽ ഷെഡ് ആണ് കേട്ടോ. കൗ കാറ്റിലൊക്കെ ആണെങ്കിൽ ഷെഡ്. ഡോഗ് ആണെങ്കിൽ അവിടെ ഡോഗിന്റെ ആണെങ്കിൽ കെന്നലാണ് കേട്ടോ.
ഡോഗിന്റെ കൂടിന് പറയുന്ന പേര് കെന്നൽ. ക്യാറ്റിന്റെ കൂടിന് പറയുന്ന പേരാണ് കാറ്ററി എന്ന് പറയും കേട്ടോ. ക്യാറ്റിന്റെ കൂടിന് പറയുന്ന പേരാണ് കാറ്ററി. ഓക്കെ. ഷീപ്പിന്റെ കൂടിന് പറയുന്ന പേര് ഷീപ്പ്, ഗോട്ട്, ഇതിന്റെയൊക്കെ കൂടിന് പറയുന്ന പേരാണ് എന്ത് ചെയ്യും, ഇതിന് പറയുന്ന പേരാണ് പെൻ എന്ന് പറയും കേട്ടോ. അതെന്ന് പറയാൻ പറ്റില്ലേ, പെൻ എന്നാണ് പറയുന്നത്. ഓക്കെ. പിഗിന്റെ കൂടിന് പറയുന്ന പേരാണ് സ്റ്റൈ. പിഗിന്റെ കൂടിന് പറയുന്ന പേര് സ്റ്റൈ, STY എന്നാണ്. റാബിറ്റ് ആണെങ്കിൽ ഒട്ടില്ല, റാബിറ്റിന്റെ കൂടിന് പറയുന്ന പേര് ആ സ്ഥലമാണ് ഏത്, ബറോ എന്ന് പറയും, BURROW, ബറോ എന്ന് പറയും കേട്ടോ. ഓക്കെ. അതുപോലെ ലയൺ ആണെങ്കിൽ ലയണിന്റെ കൂടിന് പറയുന്ന പേരാണ് വാസലമാണ് ഡെന്ന്, ലയണ് ഡെന്ന്. ടൈഗർ ആണെങ്കിൽ ഔട്ടില്ല, ടൈഗറിന്റെ വാസലത്തിന് പറയുന്ന പേരാണ് ലെയർ, ടൈഗർ ആണെങ്കിൽ ലെയർ. ബെയർ ആണെങ്കിൽ ബെയറിന്റെ വാസലത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നു, കേവ് എന്നാണ് പറയുന്നത് കേട്ടോ. ബീസ് ആണെങ്കിൽ ഹൈവ് എന്നാണ് പറയുന്നത്, ബീസിന്റെ വാസലമാണ് ഹൈവ്. അല്ലെങ്കിൽ എപ്പിയറി എന്ന് പറയും കേട്ടോ, അപ്പിയറി, APIARY, എപ്പിയറി. എപ്പിക്കൾച്ചർ എന്ന് പറയില്ലേ, എപ്പിയറി എന്ന് പറയും കേട്ടോ, മറക്കരുത്. അടുത്ത് നോക്കി, ആഡ് ദ പ്രിഫിക്സ് ടു ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ഗ്രേസ്. ഗ്രേസ് എന്ന വാക്കിന് മുന്നിൽ ചേർത്ത് മീനിങ് ഓപ്പോസിറ്റ് ആക്കാൻ പറ്റിയ പ്രിഫിക്സ് ഏത്? അപ്പൊ എന്താണ് ഈ പ്രിഫിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാക്കുകളുടെ മുന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേര് പ്രിഫിക്സ്. വാക്കുകൾക്ക് പിന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേര് സഫിക്സ്. അപ്പൊ ഗ്രേസ് എന്നതിന് മുന്നിൽ ഏത് അക്ഷരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് കിട്ടും? ഡിസ്ഗ്രേസ്. കണ്ട, B ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത്, D അല്ല, B ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? B ഓപ്ഷൻ. ഡിസ്ഗ്രേസ് ആണ് വരുന്നത് കേട്ടോ, ഡിസ്ഗ്രേസ് ഓപ്പോസിറ്റ് മീനിങ്. ഇപ്പൊ വാക്കുകൾക്ക് മുന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേരാണ് പ്രിഫിക്സ്. വാക്കുകൾക്ക് പിന്നിൽ ചേർക്കുന്നതാണെങ്കിൽ സഫിക്സ്. ഫ്രീ എന്ന് പറയുന്ന വാക്കിന് പിന്നിൽ ഡം ചേർത്തപ്പോൾ ഫ്രീഡം കിട്ടി ഇല്ലേ. അതേപോലെ എഗ്രി എന്ന് പറയുന്ന വാക്കിന് മുന്നിൽ ഡിസ് എന്ന വാക്ക് ചേർത്തപ്പോൾ ഡിസഗ്രി കിട്ടി. ഇത്രേ ഉള്ളൂ. അടുത്ത് നോക്കിയാൽ, കോൾട്ട് ഈസ് ദ യങ്ങർ വൺ ഓഫ് ഡാഷ്. കോൾട്ട് എന്ന് പറയുന്നത് എന്തിന്റെ യങ്ങർ വൺ ആണ്? ഏതാണ് മക്കളെ? ക്യാറ്റ് ഉണ്ട്, ഹോഴ്സ് ഉണ്ട്, ടൈഗർ ഉണ്ട്, ഗോട്ട് ഉണ്ട്. ഏതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്? B ഓപ്ഷനാണ്. ഏത്? ഹോഴ്സ്. അപ്പോൾ ഹോഴ്സ്, ഫോൾ എന്ന് പറയുന്നത് FOAL, ഫോൾ എന്ന് പറയുന്നത് 4 ജീവജാലങ്ങളുടെ കുഞ്ഞിൻ്റെ പേരാണ് ഫോൾ. ഒന്ന് ഹോഴ്സ്, രണ്ടാമത്തത് സീബ്ര, മൂന്നാമത്തത് ആസ്, നാലാമത്തത് ഡോങ്കി. ഇതിൻ്റെ എല്ലാം കുഞ്ഞിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഫോൾ എന്ന് പറയുന്നത്. ഈ ഫോളിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കോൾട്ട്, രണ്ടാമത്തത് ഫില്ലി. 2 ഫില്ലി. ഇനി എന്താണ് ഈ കോൾട്ടും ഫില്ലിയും? ആൺ കുതിരക്കുട്ടി അല്ലെങ്കിൽ ആൺ സീബ്രക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയില് കോൾട്ട് എന്ന് പറയുന്നത്. പെൺ കുതിരക്കുട്ടി അല്ലെങ്കിൽ പെൺ സീബ്രക്കുട്ടി എന്ന് പറഞ്ഞാൽ ഫില്ലി എന്ന് പറയുന്നത്. അപ്പോൾ കുതിരയുടെ കുട്ടിക്ക് പറയുന്ന പേരാണ് കോൾട്ട്. അപ്പോൾ കോൾട്ട് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്യാറ്റിന്റെ കുട്ടിക്ക് പറയുന്ന പേരാണ് കിറ്റൺ എന്നാണ് പറയുന്നത്. ടൈഗറിന്റെ കുട്ടിക്ക് പറയുന്ന പേരാണ് കബ്ബ് എന്ന് പറയും. ഇനി ഗോട്ടാണെങ്കിലാ, ഗോട്ടിന്റെ കുഞ്ഞിന് പറയുന്ന പേരാണ് കിഡ് എന്ന് പറയും. ഗോട്ട്, കിഡ് എന്ന് പറയും. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. അത് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യമാണ്. എവരി അഡൾട്ട് ഹാസ് റൈറ്റ് ടു മാരി. നേരത്തെ ചെയ്ത ചോദ്യമായിരുന്നു. എവരി അഡൾട്ടിന് വരെ നമുക്ക് എന്ത് ചേർക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞു ദേ എടുക്കാം. ഹാസ് ആണ് ഓക്സിലറി, ഹാസ് സിംഗുലാർ ആണ്, ദയോടൊപ്പം ചേരില്ല, അതുകൊണ്ട് ഹാവിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞൊരു ചോദ്യമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നിങ്ങൾക്ക് 20 എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ.